അങ്ങനെ ബിഗ് ബോസ് സീസൺ 6 ഫാമിലി റൗണ്ട് അവസാനിച്ചിരിക്കുകയാണ്. അതെ, ജാസ്മിൻ്റെ വീട്ടിൽ നിന്നും റസ്മിൻ്റെ വീട്ടിൽ നിന്നും വന്ന ആൾക്കാർ പുറത്തു പോയിരിക്കുകയാണ്. അവർ പോയി എന്തൊക്കെയാണ് അവർ പറഞ്ഞത്, ജിൻഡോയെ കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞത്, ടാസ്കുകൾ എന്തെങ്കിലും നടന്നോ, വരാൻ പോകുന്ന ടാസ്കുകൾ എന്തൊക്കെയാണ്. എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഈ സീസണിലെ ഫാമിലി വീക്ക് കഴിഞ്ഞു. എനിക്ക് തൊണ്ട വയ്യാത്തതുകൊണ്ട് ഞാൻ മരുന്ന് കഴിച്ചേക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി സഡേറ്റീവൊക്കെ ആയിരുന്നതുകൊണ്ട് ഞാൻ ഇച്ചിരി റെസ്റ്റ് എടുക്കുകയായിരുന്നു. എനിക്ക് വയ്യാത്തതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് വീഡിയോ ഒന്നും ഇടാത്തത്. ഓക്കെ, അപ്പോൾ എന്തായിരുന്നാലും ഇതിനകത്ത് ജിൻഡോയെക്കുറിച്ച് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ജിൻഡോയെക്കുറിച്ച് ജാസ്മിൻ പറഞ്ഞതാണ്, ഞാനിവിടെ ഗബ്രി ഔട്ടായപ്പോൾ ഗബ്രി ഔട്ടായപ്പോൾ ജിൻഡോ കാക്ക വൈകുന്നേരം വന്ന് എനിക്ക് ചായയൊക്കെ ഇട്ട് സമാധാനിപ്പിച്ചു. അടുത്ത ദിവസം ഇങ്ങനെ എൻ്റെ അടുത്ത് വഴക്കിടാൻ വേണ്ടി വന്നേക്കുന്നത്. അതാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത്. എന്തായാലും വഴക്കൊക്കെ ഇടുമെങ്കിലും നമ്മൾ ഇടയ്ക്ക് നമ്മൾ മിണ്ടിയും നമ്മൾ ശരിയായിട്ട് വരും എന്നൊക്കെ പറയുന്നുണ്ട്. അവസാനം പക്ഷേ ജിൻഡോ എടുത്ത് എല്ലാം സംസാരിച്ചിട്ടൊക്കെ തന്നെയാണ് ജാസ്മിൻ്റെ വാപ്പയും ഉമ്മയും ഇറങ്ങിയത്. അത് കഴിഞ്ഞ് ജാസ്മിൻ്റെ വാപ്പയും ഉമ്മയും സംസാരിച്ചു, റസ്മിൻ്റെ വീട്ടുകാർ സംസാരിച്ചു. പിന്നെ ഇവർക്കൊരു ടാസ്ക് വന്നു. പക്ഷേ ലൈവ് ഭയങ്കര ബോറിംഗ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഒന്നാമത് സൺഡേ ആണ്, പക്ഷേ എനിക്ക് വലുതായിട്ട് ഭയങ്കരമായിട്ടിരുന്ന് എനിക്ക് ഒന്നാമത്തെ കാര്യം എനിക്ക് വയ്യായിരുന്നു. ഭയങ്കര ഒരു സുഖമൊന്നും ഉണ്ടായിരുന്നില്ല. അത് ഞാൻ പക്ഷെ എന്നാലും ഒന്നുമില്ല, വേറൊന്നും ഇല്ലല്ലോ, കഴിഞ്ഞു, ഗെയിമില്ല. ഇതിനിടെ കൂടി സിജോയുടെ സായിയുടെ പ്ലാനിങ്ങുകളാണ് എൻ്റെ പൊന്നോ, ഒന്നും പറയാനില്ല. ഇവരുടെ പ്ലാനിങ് ഒന്ന് പൊളിച്ച് കൈ കൊടുക്കണേ ബിഗ് ബോസേ, എനിക്കതാണ് ആഗ്രഹം. ഇവരുടെ ഈ മണി ബോക്സ് പ്ലാനിങ്, നന്ദന ടോപ്പ് 5 വന്നാൽ എന്ത് ചെയ്യും? ഇവരെന്തൊക്കെയായി പ്ലാൻ ചെയ്യണേ? ഇവർ പ്ലാൻ ചെയ്യുന്ന പോലെ നടത്തി കൊടുക്കല്ലേ ബിഗ് ബോസേ? സത്യമായിട്ടും നമ്മൾ കാണുന്നവരെ മണ്ടന്മാരാക്കും. ആണ്, ബിഗ് ബോസ് എപ്പോഴും അൺപ്രഡിക്റ്റബിൾ ആയിരിക്കണം. ഇവരുടെ എല്ലാ പ്ലാനിങ്ങും പ്ലോട്ടിങ്ങും തകർത്തു കൊടുക്കണം. സത്യമായിട്ടും വേറൊന്ന്, നന്ദന മണി ബോക്സ് എടുത്തോട്ടെ, നല്ലത് തന്നെയാണ്. കാര്യം ആ കുട്ടിക്ക് പൈസയുടെ ആവശ്യമുണ്ട്, കറക്റ്റാണ്. പക്ഷെ അത് നേരത്തെ പ്ലാൻ ചെയ്ത് ചെയ്യുന്നത് അത് ചീറ്റിംഗ് ആണ്. സത്യം, നിങ്ങൾക്ക് തോന്നുന്നില്ലേ അത്? ആ കുട്ടി തന്നെ എടുത്തോട്ടെ, പക്ഷെ അതിന് നേരത്തെ ഇങ്ങനെ പറഞ്ഞ് എല്ലാ ദിവസവും ഇത് തന്നെ പ്ലാനിങ്. എന്നിട്ട് പോയി ചോദിക്കുകയും ചെയ്യും ആ വീട്ടുകാരെടുത്ത് മണി ബോക്സ് എടുക്കട്ടെ എന്ന്. അപ്പോൾ ഇതിന് ബിഗ് ബോസ് എന്തെങ്കിലും ഒരു ഗെയിം കളിക്കണം ഇവരുമായിട്ട്. സത്യമായിട്ട് എത്ര ദിവസമായി ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത്, ഇവരുടെ പ്ലാനിങ്ങും പ്ലോട്ടിങ്ങും, സായിയുടെയും സിജോയുടെയും. പിന്നെ ഇവർക്കൊരു ക്വിസ് മത്സരം ഉണ്ടായിരുന്നു. അതായത് കുറേ ഹാർട്ട്സ് നമ്മുടെ ജാസ്മിൻ്റെ കയ്യിലും കുറേ ഹാർട്ട് നമ്മുടെ റസ്മിൻ്റെ കയ്യിലും. എന്നിട്ട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കും. സിജോയാണ് നന്മ മരം ആരാണ്, അപ്പം അത് അമ്മയ്ക്കോ വാപ്പയ്ക്കോ ഉമ്മയ്ക്കോ കൊടുക്കാം. അത് കഴിഞ്ഞ് ഉപദേശം നൽകുന്നത് ആരാണ്, വഴികാട്ടി ആരാണ്, പേടി ആരാണ്, ഫ്രീക്കൻ ആരാണ്, ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെയാണ്. അത് അവർ കഴിഞ്ഞു. അത് കഴിഞ്ഞ ശേഷം ബിഗ് ബോസ് പറഞ്ഞു തിരികെ പോകാനുള്ള സമയമായി എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ജാസ്മിനും ഉമ്മയും അപ്പയും കൂടെ എല്ലാവരും കൂടെ ബാത്റൂമിലൊക്കെ പോയി. ആ സമയത്ത് ജാസ്മിൻ മൈക്ക് ഇങ്ങനെ ഊരിയേ. അപ്പോൾ ഉടനെ ബിഗ് ബോസ് ജാസ്മിൻ മൈക്ക് ധരിക്കുക എന്ന് പറഞ്ഞ് അത്രമാത്രം നോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ, എന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന്. ഞാനത് ഞെട്ടിപ്പോയത് കണ്ടിട്ട്. അപ്പോൾ എന്തായിരുന്നാലും ജാസ്മിൻ്റെ വാപ്പ പറഞ്ഞു, നീ കരയരുത്, നമ്മൾ പോകുമ്പോഴും കരയരുത്, നീ കപ്പിന് വേണ്ടിയിട്ട് ഇനി നിൽക്കുക, നീ വിന്നറാവാൻ ശ്രമിക്കുക, വിന്നറായിട്ട് തിരിച്ചു വരിക, ഇതേ രീതിയിൽ നിൽക്കുക, വഴക്ക് കൂടരുത്, ഓവറായിട്ട് തെറി പറയരുത്, അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ ശേഷം പിന്നെ റസ്മിൻ്റെ അടുത്തും ഫാമിലി കണ്ടു, അവർ തിരിച്ചു പോയി. അങ്ങനെ ഫാമിലി വീക്ക് അവസാനിച്ചു. അപ്പോൾ ഫാമിലി വീക്ക് അവസാനിച്ചപ്പോൾ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം അൻസിബയുടെ കാര്യമാണ്. ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഇത്രയും ദിവസം, ആ കുട്ടിയെക്കുറിച്ച് ഞാൻ ഒന്നും പറഞ്ഞില്ല. ഭയങ്കര ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് അൻസിബയുടെ കാര്യം തോന്നി. കാര്യം എല്ലാ കണ്ടസ്റ്റൻസിനെയും വീട്ടുകാരെയും പുള്ളിക്കാരെയും ഒരുപോലെ ട്രീറ്റ് ചെയ്യും. ടാസ്ക് കഴിഞ്ഞ് നേരെ എനിക്കറിയാം ഇതൊരു കുക്കറി ഷോ അല്ലെന്നൊക്കെ എനിക്കറിയാം, പക്ഷേ ഇറ്റ്സ് എ പേഴ്സണാലിറ്റി ഷോ. ഇത് പേഴ്സണാലിറ്റി ഷോയും കൂടിയാണ്, നമ്മുടെ എന്ന് പറഞ്ഞാൽ വ്യക്തിത്വത്തെ കാണിക്കുന്ന ഒരു ഷോയും കൂടിയാണ്. ഇത് ഗെയിം ഷോ ആണ്, ഇത് ടാസ്ക് ഉണ്ട്, പക്ഷേ അതിനകത്തൊരു കാര്യം കൂടിയുണ്ട്, ഇതൊരു പേഴ്സണാലിറ്റി ഷോയും കൂടിയാണ്. അപ്പോൾ അതിനകത്ത് അൻസിബയുടെ പോസിറ്റീവ് പേഴ്സണാലിറ്റി ഇതിനകത്ത് തെളിഞ്ഞ് കാണാൻ പറ്റും. സത്യമായിട്ടും എനിക്കത് എടുത്തു പറയാൻ ഇന്നത്തെ അവസാന ദിവസം ഞാൻ വെച്ചിരുന്നതാണ്. ഞാൻ ജാസ്മിൻ്റെ വീട്ടുകാരും കൂടെ വരട്ടെ എന്ന് വിചാരിച്ചു. കാര്യം ജാസ്മിനോട് അൻസിബയ്ക്ക് പല കാര്യങ്ങളിലും അൻസിബയ്ക്ക് ഇഷ്ടമല്ല, പല കാര്യത്തിലും. ജാസ്മിനോട് ഗെയിമറാണെങ്കിൽ പേഴ്സണാലിറ്റി ആണെങ്കിൽ ജാസ്മിൻ്റെ കാര്യങ്ങൾ അൻസിബയ്ക്ക് ഇഷ്ടമല്ല, അത് തുറന്നു തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവരുടെ പാരൻസ് വന്നപ്പോഴും അവർ ട്രീറ്റ് ചെയ്യുന്ന രീതി ഞാനത് ഇന്നും കൂടെ ഞാൻ കാത്തിരുന്നു. എങ്ങനെ അൻസിബ ജാസ്മിൻ്റെ പാരൻസിനെ ട്രീറ്റ് ചെയ്യും എന്ന് നോക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ കാത്തിരുന്നത്. എന്നിട്ട് ഞാൻ നോക്കിയപ്പോഴും എനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവായിട്ടാണ് തോന്നിയത്. അൻസിബ എല്ലാവരെയും കെയർ ചെയ്യുന്നതും നോക്കുന്ന രീതി, ഇറ്റ് ഷോസ് ഹർ പേഴ്സണാലിറ്റി. പുള്ളിക്കാരുടെ പേഴ്സണാലിറ്റിയാണ് കാണിച്ചു തരുന്നത്. ഇതൊരു പേഴ്സണാലിറ്റി ഗെയിം ഷോ കൂടിയാണ്, അതുകൊണ്ടും കൂടിയാണ് ഞാനിത് എടുത്ത് പറയുന്നത്. സോ എനിക്ക് ഭയങ്കര ഒരു ഇമ്പ്രസീവായിട്ട് തോന്നി എല്ലാവരും. പിന്നെ എത്ര വലിയ ടാസ്ക് ആണെങ്കിലും നേരെ പുള്ളിക്കാരി വന്ന് കിച്ചണിൽ വന്ന് നിൽക്കും. എല്ലാവരും അവിടെ പോയി കിടക്കുകയും വയ്യടാ എന്ന് പറഞ്ഞ് ഗോസിപ്പ് പറയും, വഴക്കിടുകയും ഒക്കെ ചെയ്യുന്ന നേരെ അൻസിബ അവിടെ പോയിട്ട് കിച്ചണിൽ പോയി വർക്ക് ചെയ്യും. അത് പുള്ളിക്കാരിയുടെ എനിക്കറിയില്ല, പുള്ളിക്കാരി വന്ന ആ രീതി, പുള്ളിക്കാരുടെ അനുഭവങ്ങളിൽ നിന്ന്, എക്സ്പീരിയൻസിൽ നിന്നും
എല്ലാത്തിൽ നിന്നും കിട്ടിയ ഒരു ഗുണഗണങ്ങൾ അൻസിബ അവിടെ കാണിക്കുന്നുണ്ട്. ഒരാൾക്ക് നെഗറ്റീവ്സ് ഉണ്ട്, അൻസിബയ്ക്ക് ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട്, നമുക്കും ഉണ്ട്. കുശുമ്പ് പറയാത്ത, കുന്നായ്മ പറയാത്ത ആരാ ഉള്ളത്? ഒരാളെ കുറ്റം പറയാത്ത ആരാ ഉള്ളത്? നിങ്ങളൊക്കെ ഫുൾ പോസിറ്റീവാണോ? ഞാനല്ല. എന്തായാലും എനിക്ക് ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട്. അപ്പോൾ അതുപോലെ അൻസിബയ്ക്കും ഉണ്ട്. പക്ഷെ അൻസിബയുടെ പോസിറ്റീവ് ഈ ഫാമിലി വീക്കിൽ ഉടനീളം നമുക്ക് കാണാൻ പറ്റി. അത് ഈ ഒരു കാര്യത്തിൽ, വരുന്ന അതിഥികളെ ട്രീറ്റ് ചെയ്യുന്ന കാര്യത്തിൽ എല്ലാം അൻസിബ എനിക്ക് ഭയങ്കര ഒരു ഇമ്പ്രസീവായിട്ട് തോന്നി. ആസ് എ ഗെയിമർ, ആസ് എ പേഴ്സൺ, ഇതൊരു പേഴ്സണാലിറ്റി ഗെയിം ഷോ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഞാൻ ഇന്നത്തെ ദിവസം വരെ കാത്തിരുന്നത് ജാസ്മിൻ്റെ ഫാമിലിയും കൂടെ കയറിയിട്ട് പറയാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ ജാഫ്രിക്കയും ഭാര്യയും പോയി, റസ്മിൻ്റെ വീട്ടുകാരും പോയി. ഇനി ബാക്കി ഇവരുടെ കരയരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. മോങ്ങേ ചെയ്യരുത്, മോങ്ങേ തന്നെ അടിക്കും ഞാൻ വീട്ടിലെത്തിയിട്ട്, ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം. ഇന്നൊരു ടാസ്ക് ഉണ്ട് അവർക്ക്. നമ്മുടെ മത്സര മാമാങ്കത്തിൻ്റെ ടാസ്കിൻ്റെ പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നു. ബോള്, നമ്മുടെ ജിമ്മിലൊക്കെ കിട്ടുന്ന ബോളില്ലേ, ആ ബോൾ ഇങ്ങനെ വെച്ചിട്ട് തുണി കൊണ്ട് മടക്കി വെക്കുക എന്നോ, അങ്ങനെ ഏറ്റവും നന്നായിട്ട് മടക്കി വെക്കുന്ന ടീമിനാണ്. അതിൽ ചെക്കിംഗ് ഒക്കെ ഉണ്ട്. അതിന് എന്തെങ്കിലും വഴക്ക് കിടക്കുമെന്ന് അറിയില്ല. അത് രാത്രിയാണ് നടക്കുന്നത്. അപ്പോൾ ആ ടാസ്ക്കാണ് ഇന്ന് മത്സര മാമാങ്കത്തിൻ്റെ ടാസ്ക്. നാളെ സത്യം സൺഡേ, ഇന്നത്തെ ദിവസം അവർക്ക് ഡ്രൈ ഡേ ആണ്. അപ്പം നാളെ മൊത്തം നാളെ മൊത്തം ലൈവ് കാണിക്കുന്നത് അവരുടെ ഡ്രൈ ഡേയുടെ ലൈവ് ആയിരിക്കും. നാളെയാണ് ലാലേട്ടൻ്റെ ഷൂട്ട്. ഡബിൾ എവിക്ഷൻ ഉണ്ടാവാൻ ചാൻസുകൾ കാണുന്നുണ്ട്. ഈ മിഡ് വീക്ക് എവിക്ഷൻ്റെ കാര്യമൊന്നും അറിയില്ല. എന്നാലും ഡബിൾ എവിക്ഷൻ വേണ്ടേ, ഇനിയെങ്കിലും വേണ്ടേ? അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബായ്.